വളരെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ടും ഒരു പിടി റൈസിൻസും ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഈ ഒരു കാഷ്യൂനട്ടിൻ്റെയും റൈസിൻസിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബൾജായി വരുമ്പോൾ അതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് കോരി മാറ്റി വെക്കാം. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പായസം ഉണ്ടാക്കാം. ഇനി ഇതേ ഗീയിലേക്ക് തന്നെ സേമിയ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വളരെ തിന്നായിട്ടുള്ള സേമിയ ഒന്ന് ചെറുതായി പീസുകളാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതേ പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ടൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലീനാക്കി എടുക്കുക. അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊരു 2 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1 ലിറ്ററും പിന്നെ ഒരു കപ്പും കൂടെ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും പോലെ തന്നെ ഇൻഗ്രീഡിയൻസും അളവും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കമൻറ്റിൽ പിന്നാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വാട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കണം. അടച്ച് വെച്ചിട്ട് ബോയിൽ ചെയ്യാം. മിൽക്ക് നല്ല കോൾഡ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേ മിൽക്ക് ഇതുപോലെ നന്നായിട്ട് ചൂടായിട്ട് വരും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പായസം ഒന്ന് ബോയിൽ ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതൊരു 100 ഗ്രാമും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സേമിയ നന്നായിട്ട് കുക്കായിട്ട് വരണം. സേമിയ കുക്കായി വരുമ്പോൾ ഈ ഒരു മിൽക്കിൻ്റെ മുകളിലായിട്ട് ഇത് തിളച്ച് വരെ നമുക്ക് കാണാൻ പറ്റും. മിൽക്കിൻ്റെ മുകളിലോട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് തിള പൊങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചേക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വെച്ച് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ക്യാരറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.